സത്യാത്മാവേ ജീവജലത്തിൻ അരുവിയൊഴുക്കണമേ. സ്നേഹത്തിൻ ഉറ കൂട്ടി എന്നിൽ നിത്യം വാഴണമേ. സത്യാത്മാവേ ജീവജലത്തിൻ അരുവിയൊഴുക്കണമേ. സ്നേഹത്തിൻ ഉറ കൂട്ടി എന്നിൽ നിത്യം വാഴണമേ. പരിശുദ്ധാത്മാവേ വന്നെന്നിൽ നിറയണമേ. ദാനവരങ്ങൾ ഫലങ്ങളാലെ എന്നെ നിറയ്ക്കണമേ. പാവനനെ പരമോന്നതനെ സത്യത്തിൻ നിറവേ. പാവനനെ പരമോന്നതനെ സത്യത്തിൻ നിറവേ. സത്യാത്മാവേ ജീവജലത്തിൻ അരുവിയൊഴുക്കണമേ. സത്യത്തിൻ ഉറ കൂട്ടി എന്നിൽ നിത്യം വാഴണമേ. ന്യായവിധിയും നീതിയും അങ്ങിൽ നിന്നല്ലോ. സുബോധവും നൽശക്തിയും അവിടുത്തേതല്ലോ. ന്യായവിധിയും നീതിയും അങ്ങിൽ നിന്നല്ലോ. സുബോധവും നൽശക്തിയും അവിടുത്തേതല്ലോ. ദൈവാത്മാവേ ദൈവാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണമേ. ദൈവവചനത്താലൻ ഹൃദയം അങ്ങു നിറയ്ക്കണമേ. ദൈവാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണമേ. ദൈവവചനത്താലൻ ഹൃദയം അങ്ങു നിറയ്ക്കണമേ. ആത്മാവേ ദൈവാത്മാവേ സ്നേഹത്തിൻ കനലേ. ആത്മാവേ ദൈവാത്മാവേ സ്നേഹത്തിൻ കനലേ. സത്യാത്മാവേ ജീവജലത്തിൻ അരുവിയൊഴുക്കണമേ. സ്നേഹത്തിൻ ഉറ കൂട്ടി എന്നിൽ നിത്യം വാഴണമേ. ജ്ഞാനവും സൽബുദ്ധിയും അറിവും വിവേകവും ദൈവഭയവും ദൈവഭക്തിയും ആത്മധൈര്യവും അങ്ങല്ലോ. ജ്ഞാനവും സൽബുദ്ധിയും അറിവും വിവേകവും ദൈവഭയവും ദൈവഭക്തിയും ആത്മധൈര്യവും അങ്ങല്ലോ. നിത്യാത്മാവേ നിത്യാത്മാവേ നിത്യതയിലേക്കെല്ലാവരെയും ചേർത്തിടുവാൻ ലോകം മുഴുവൻ ശുദ്ധീകരിക്കാൻ കൃപയരുളിയിടണമേ. നിത്യാത്മാവേ നിത്യതയിലേക്കെല്ലാവരെയും ചേർത്തിടുവാൻ ലോകം മുഴുവൻ ശുദ്ധീകരിക്കാൻ കൃപയരുളിയിടണമേ. ആത്മാവേ ശുദ്ധാത്മാവേ അഗ്നിയയക്കണമേ. ആത്മാവേ ശുദ്ധാത്മാവേ അഗ്നിയയക്കണമേ. സത്യാത്മാവേ ജീവജലത്തിൻ അരുവിയൊഴുക്കണമേ. സ്നേഹത്തിൻ ഉറ കൂട്ടി എന്നിൽ നിത്യം വാഴണമേ. പരിശുദ്ധാത്മാവേ വന്നിൽ നിറയണമേ. ദാനവരങ്ങൾ ഫലങ്ങളാലെ എന്നെ നിറയ്ക്കണമേ. പാവനനെ പരമോന്നതനെ സത്യത്തിൻ നിറവേ. പാവനനെ പരമോന്നതനെ സത്യത്തിൻ നിറവേ. Lord,
യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഇന്ന് നമ്മൾ പറയുന്ന സുയൻ വാർത്ത സമാധാനത്തെക്കുറിച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 27 ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ റൂട്ടാണ് നമ്മൾ കേട്ടത്. യേശുവിലുള്ള സമാധാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന സമാധാനമാണ്. അത് ഈ ലോകത്തിൻ്റെ സമാധാനമല്ല. ഈ ലോകം നൽകുന്നതായ സമാധാനമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കുറച്ച് സ്വത്തുകൾ കിട്ടിയാൽ, കുറച്ച് ഭൂസ്വത്തുകൾ കിട്ടിയാൽ, സമ്പത്ത് കിട്ടിയാൽ, മറ്റ് പലതരത്തിലുള്ള ലൗകികമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം സമാധാനമായിട്ട് നമ്മൾ കരുതുന്നവരാണ്. ആ ഒരു സമാധാനത്തിൻ്റെ കാഴ്ചപ്പാടല്ല ക്രിസ്തു പറഞ്ഞ ഈ സമാധാനത്തിനുള്ളത്. ക്രിസ്തുവിൻ്റെ സമാധാനം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന സമാധാനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളാണുള്ളത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന ഫ്രൂട്ട്, അതായത് ഫലം ആണ് സമാധാനം. സ്നേഹം, ആനന്ദം, സമാധാനം, ഇങ്ങനെ 9 തരം ഫലങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലമാണ് സമാധാനം. ഈ സമാധാനം നമുക്ക് ലഭിക്കുന്നത് നീതി നിർവഹണത്തിലൂടെയാണെന്ന് യേശയ പ്രവചനം 32:17 ദൈവം അരുളി ചെയ്യുന്നു. യേശയ പ്രവചനം 32:17 ഇങ്ങനെയാണ്: നീതിയുടെ ഫലം സമാധാനം. നമ്മൾ നീതി നിർവഹിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശു നിർവഹിച്ചതുപോലെ പിതാവായ ദൈവം കൽപ്പിച്ചതനുസരിച്ച് ഈ ലോകത്തിൽ വന്ന് തൻ്റെ സൃഷ്ടിയായ മനുഷ്യർക്ക് നിത്യരക്ഷയുടെ സദ്വാർത്ത അറിയിച്ച് അതുവഴി അവർക്ക് സമാധാനം നൽകണമെന്നുള്ളതാണ് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം. അത് യേശു ക്രിസ്തു ഇവിടെ നിറവേറ്റി. അങ്ങനെ അവൻ നീതിയുടെ രാജാവും സമാധാനത്തിൻ്റെ രാജാവുമായിട്ട് മാറി. യേശയ പ്രവചനം 9 അധ്യായം 6 വചനത്തിൽ പറയുന്നത് അവിടുന്ന് സമാധാനത്തിൻ്റെ രാജാവെന്നാണ് അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത്. അവിടത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, സമാധാനത്തിൻ്റെ രാജാവ്. അപ്പോൾ യേശു സമാധാനത്തിൻ്റെ രാജാവായി തീർന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളത് കൊണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മനുഷ്യരൂപമായിരുന്നു യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെയാണ് സമാധാനത്തിൻ്റെ രാജാവെന്ന് പ്രവാചകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത്. ആ യേശു പറയുന്നതാണ്, ഞാൻ നൽകുന്ന സമാധാനം ലോകം നൽകുന്നത് പോലെയല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളതായ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ദൈവകൃപ നിറഞ്ഞപ്പോൾ അവളിൽ പരിശുദ്ധാത്മാവ് എന്ന് നിറഞ്ഞു. അതുവഴി ലോകത്തിൻ്റെ സമാധാന രാജാവാകുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് നൽകാൻ ദൈവം തിരുമനസ്സായതും. അപ്പോൾ ദൈവകൃപ ആരെല്ലാം സ്വീകരിക്കുന്നുണ്ടോ അവരിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയും. അതുവഴി അവരിൽ നിന്ന് പുറപ്പെടുന്ന ഫലമാണ് പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 2 അധ്യായം 14 വചനം ഇങ്ങനെ പറയുന്നു: അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഉണ്ടോ? മാലാഖമാർ യേശുവിൻ്റെ ജനനത്തെ തുടർന്ന് സ്വർഗത്തിൽ നിന്ന് വന്ന് പാടിയ സ്തോത്രഗീതമാണ്. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നമ്മളിൽ പലരും അത് തെറ്റായിട്ടാണ് പറയുന്നത്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് പറയുന്നത്. അത് തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല. ദൈവകൃപ നിറഞ്ഞവർക്കാണ് സമാധാനം. മിക്ക ആൾക്കാരും നന്മനസ്സുള്ള മനുഷ്യർ ഒരുപാട് പേരുണ്ട്. ദുഷ്ടന്മാരായ മനുഷ്യരിലുണ്ട് നല്ല മനസ്സ്. പക്ഷെ അവർക്കൊന്നും സമാധാനം ഉണ്ടാവില്ല. ദൈവകൃപ നിറയണം. ദൈവകൃപ എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ നിറവിനാണ് ദൈവകൃപ എന്ന് പറയുന്നത്. അവർക്ക് മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടുള്ളൂ. ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനവും അവരിൽ കുടികൊള്ളും. അതാണ് ഇവിടെ മാലാഖമാർ പാടിയത്. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. അപ്പോൾ നമ്മളിലും ദൈവകൃപ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. യേശുക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് നമുക്ക് സമാധാനം കിട്ടും. അപ്പോൾ നമ്മൾ സമാധാനത്തിൻ്റെ വക്താക്കളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. യേശുവിനെ ഈ ലോകത്തിൽ നമുക്ക് പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കും.
അല്ലെങ്കിൽ നമ്മൾക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യോഹന്നാൻ 16:8 എങ്ങനെ പറയുന്നു? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളൊരു വ്യക്തിക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകും. അവനെല്ലാ അശുദ്ധിയിൽ നിന്നും ഓടി അകലും. അതുവഴി അവനെന്ത് ലഭിക്കും? ദൈവകൃപ ലഭിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും ഓടി മറയുമ്പോൾ അവന് ദൈവകൃപ ലഭിക്കും. അതുവഴി അവന് പരിശുദ്ധാത്മാവ് വന്നു ചേരും. അപ്പോൾ അവന് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവും. നീതി എന്താണെന്ന് മനസ്സിലാവും. യേശുക്രിസ്തു ഈ ലോകത്തിൽ ചെയ്തത് എന്താ? നീതിയായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമുള്ള നീതി എല്ലാം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട്, കുരിശുമരണത്തോളം കീഴ്വഴങ്ങിക്കൊണ്ട് അവിടുത്തെ നീതി അവിടുന്ന് പൂർത്തീകരിച്ചു. അതുവഴി എല്ലാ ജനങ്ങൾക്കും യേശുക്രിസ്തുവിനോട് ആരെല്ലാം ഐക്യപ്പെട്ടിട്ടുണ്ടോ, ദുഷ്ടനെന്നോ ശിഷ്ടനെന്നോ ജാതി മതഭേദമന്യേ ആരെല്ലാം ഐക്യപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നിത്യരക്ഷ പിതാവായ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ പാപത്തിൻ്റെ ബോധ്യം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. അടുത്തത് നീതിയെക്കുറിച്ചുള്ള ബോധ്യം. യേശുക്രിസ്തുവിനുണ്ടായിരുന്നതായ നീതിബോധം നമുക്ക് നൽകും. പിന്നെ പറയുന്നത് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം. ന്യായവിധി എന്തിനെക്കുറിച്ച് ഉള്ളതാണ്? അവസാന വിധിയാണ് ന്യായവിധി എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ തിന്മ ചെയ്ത് ജീവിച്ചിട്ടുള്ളവർക്കെല്ലാം ന്യായവിധിയുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും. തിന്മ ചെയ്യാതെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാപബോധത്തോടുകൂടി പാപത്തിൽ നിന്ന് ഓടിയകന്ന് നീതി പ്രവർത്തിച്ചിട്ടുള്ളവർക്കെല്ലാം കർത്താവായ ദൈവത്തിൻ്റെ അന്ത്യവിധി നാളിലെ ന്യായവിധിയുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ സാധിക്കും. ആ ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് അവർക്ക് നൽകും. അതാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധ്യവും നീതിയെക്കുറിച്ചുള്ള ബോധ്യവും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യവും അവർക്ക് ലഭിക്കുമെന്ന് ഈശോ അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് യേശയ്യാ പ്രവചനം 48:18 ഇങ്ങനെ പറയുന്നു: നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ, നീ എന്ന് ഉദ്ദേശിച്ചത് ഇസ്രായേലിനെ കുറിച്ചാണ്. ഇസ്രായേൽ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. തുടർന്ന് പറയും, നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളിൽ ആർക്കും സമാധാനമില്ലാത്തത്. ഇന്ന് ലോകത്തിൽ സമാധാനം മനുഷ്യർക്കില്ല. 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞ് മനുഷ്യൻ 3-ാമത്തെ ലോകമഹായുദ്ധത്തിന് വേണ്ടി എല്ലാവരും കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുക. എല്ലാ ലോകരാഷ്ട്രങ്ങളും രാഷ്ട്ര നേതാക്കന്മാരും തമ്മിൽ സംസാരവും വാദപ്രതിവാദങ്ങളും തർക്കവിതർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് 3-ാം ലോകമഹായുദ്ധം നടത്താനായിട്ട്. ദൈവം എന്ത് ചെയ്ത്? ലോകമഹായുദ്ധം കൊറോണ എന്ന് പറയുന്ന വൈറസിനോടാക്കി മാറ്റി. 3-ാം ലോകമഹായുദ്ധം മനുഷ്യരെ എല്ലാവരെയും കർത്താവ് ഐക്യപ്പെടുത്താനായിട്ട് അവിടുന്ന് തീരുമാനിച്ചു. എല്ലാ മനുഷ്യരും ഒന്നായി നിന്നുകൊണ്ട് കൊറോണ എന്ന് പറയുന്ന വൈറസിനോട് യുദ്ധം ചെയ്യാനായിട്ട് 3-ാം ലോകമഹായുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക. നോക്കിയാൽ ദൈവം എത്ര വിചിത്രമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് കൊറോണ എന്ന വൈറസിനെതിരെ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒന്നടങ്കം യുദ്ധം ചെയ്യുക കൊറോണ എന്ന വൈറസിനെതിരായിട്ട്. ചിലർ പ്രാർത്ഥന കൊണ്ട്, ചിലർ മരുന്നുകൾ കൊണ്ട്, ചിലർ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചിലർ വാക്കുകൾ കൊണ്ട്, ചിലർ യുക്തികൾ കൊണ്ട് എല്ലാം അതിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ പ്രാർത്ഥന കൊണ്ടും ദൈവം പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അനുസരിക്കാതെ ജീവിക്കുന്നവർക്കും ഒരിക്കലും ഈ വൈറസിനെ തുരത്താൻ സാധിക്കില്ല. ഈ വൈറസിനെ തുരത്താനായിട്ട് ഒരു മാർഗമുള്ളൂ: പശ്ചാത്തപിക്കുക. ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ, ഈ 3-ാം ലോകമഹായുദ്ധത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ പശ്ചാത്തപിക്കുക. കാലത്തിൻ്റെ അടയാളങ്ങൾ കൊണ്ട് മനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവം കൽപ്പിക്കുന്ന നീതി അനുഷ്ഠിച്ചുകൊണ്ട് അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് നന്മ ചെയ്യാൻ തീരുമാനമെടുത്തുകൊണ്ട് പാപമാർഗങ്ങൾ ഉപേക്ഷിച്ച് മാനസാന്തരത്തിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് ദൈവമായ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും യേശുക്രിസ്തുവിൽ ഐക്യപ്പെട്ടുകൊണ്ട് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും യേശുക്രിസ്തു കൽപ്പിച്ചതായ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, പരസ്പരം സഹായിക്കുവിൻ, ശത്രുവെന്നോ മിത്രമെന്നോ കൂടാതെ എല്ലാവരും സഹായിച്ചുകൊണ്ട് ഏകമനസ്സോടുകൂടി ദൈവത്തിൻ്റെ മുമ്പിൽ മാനസാന്തരപ്പെട്ട് ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറായാൽ ഈ വൈറസ് വന്ന വഴിയെ തന്നെ തിരിച്ചു പോയിക്കൊള്ളും. ശതാദേവൻ പറഞ്ഞതുപോലെ, കർത്താവെ അവിടുന്ന് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി എൻ്റെ വൃത്യൻ സുഖപ്പെടും. കർത്താവ് അവിടുന്ന് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി ഈ വൈറസ്
കൊറോണ വൈറസ് തിരിച്ചു പോയിക്കൊള്ളൂ. എൻ്റെ കീഴിലും ഭൃത്യന്മാരുണ്ട്, അവരോട് ഞാൻ പോവുക എന്ന് പറയുമ്പോൾ അവർ പോവുകയും വരിക എന്ന് പറയുമ്പോൾ വരികയും ചെയ്യുന്നു. എന്നതുപോലെ കർത്താവേ, നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, ഈ കൊറോണ എന്ന് പറയുന്ന വൈറസ് തിരിച്ചു പോയിക്കൊള്ളൂ. ഇത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ബോധ്യമുണ്ടാവൂ. നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപത്തെക്കുറിച്ച്, നമ്മൾ കാണിക്കുന്ന മാത്സര്യത്തെക്കുറിച്ച്, നമ്മൾ കാണിക്കുന്ന സ്നേഹനിഷേധത്തെക്കുറിച്ച്, നമ്മൾ കാണിക്കുന്നതായ സ്പർദ്ധയെക്കുറിച്ച് പലരെയും നമ്മൾ നികൃഷ്ടമായി കരുതുന്നത്. ഞങ്ങളാണ് ശ്രേഷ്ഠന്മാർ, നിങ്ങൾ ചവിട്ടടിക്ക് പുറത്തുള്ളവരാണ്, നിങ്ങൾ ശ്രേഷ്ഠരല്ല, നിങ്ങൾ ഭ്രഷ്ടരാണ് എന്ന് കൽപ്പിച്ചുകൊണ്ട് കാണിക്കുന്ന മനോഭാവം. ഞങ്ങൾ കേവന്മാരാണ്, ഞങ്ങൾ ഉന്നതന്മാരാണ്, ഞങ്ങളോട് ആരാണ് ചോദിക്കാൻ, ഞങ്ങൾക്ക് അധികാരമുള്ളവരാണ്, ഞങ്ങളോട് ആരാണ് ചോദിക്കാൻ. ഇതെല്ലാമാണ് നമ്മുടെ ധാർഷ്ട്യങ്ങൾ. ഇതെല്ലാം വെടിഞ്ഞുകൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സ്നേഹത്തിന് വേണ്ടി മുന്നോട്ട്. സ്നേഹം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാമത്താണ് സ്നേഹം. യേശു ആവശ്യപ്പെടുന്നത് അത് തന്നെ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക എന്ന യേശു. അപ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയുന്നു. നമ്മളെ എതിർക്കുന്ന ശത്രുവായ പിശാച് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അതുമൂലം മനസ്സിലാക്കി അവൻ ഇത് വിട്ട് പിന്തിരിഞ്ഞു പോയിക്കൊള്ളു. നമ്മളെ പിന്നെ ശല്യപ്പെടുത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഫിലിപ്പിയർ ലേഖനം 4:6-7 നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ഒന്നിനെക്കുറിച്ചും ആഗ്രഹരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കൂ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പം നമ്മൾ ഒന്നിനെക്കുറിച്ച് ആകുന്നതാണ്, ഈ രോഗങ്ങളുള്ളതിനെക്കുറിച്ചോ മറ്റ് ദാരിദ്ര്യമുള്ളതിനെക്കുറിച്ചോ കഷ്ടനഷ്ടതകളുള്ളതിനെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ച് നമ്മൾ ആഗ്രഹപ്പെടേണ്ട കാര്യമില്ല. പ്രാർത്ഥനയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. പിന്നെ പറയുവാണ്, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും, നമുക്ക് പലതരത്തിലുള്ള ധാരണകളുണ്ട്, തെറ്റിദ്ധാരണകളും നമ്മുടെ മനസ്സിലുണ്ട്, അതിനെല്ലാം അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പോൾ നമുക്കെല്ലാവർക്കും ആ സമാധാനം വഴി, ദൈവത്തിൻ്റെ സമാധാനം നമ്മളിൽ കുടികൊള്ളാൻ യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മളിലുണ്ടാകും. അതുവഴി ആ സമാധാനം നമ്മളെപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ ആകുലതകളും ഉത്കണ്ഠകളെല്ലാം അതുവഴി മാറിപ്പോകുന്നു കർത്താവ് അരുളി ചെയ്യുകയാണ്. യെശയ്യാപ്രവചനം 48:22 ഇങ്ങനെ അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. നമ്മൾ ദുഷ്ടതയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സമാധാനം ലഭിക്കില്ല. പലരും ദുഷ്ടത ചെയ്തു കൂട്ടുന്നത് സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ദുഷ്ടത ചെയ്ത് പല വിധത്തിലുള്ള നേട്ടങ്ങൾ അവരുണ്ടാക്കും. ധനം സമ്പാദിക്കും, ഭൂമി കൈവശപ്പെടുത്തും, പലവിധ ശ്രേയസ് കൈവശപ്പെടുത്തും, അധികാരം കൈവശപ്പെടുത്തും, ശ്രേയസ്സുകൾ കൈവശപ്പെടുത്തും, മറ്റതേപോലുള്ള പലതും കൈവശപ്പെടുത്താൻ വേണ്ടി മനുഷ്യൻ ദുഷ്ടത കാണിക്കുന്നുണ്ട്. ഇന്നത്തെ കാലയളവിൽ അത് കൂടുതലാണ്. പക്ഷേ അവർക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ലെന്ന് കർത്താവ് യേശയ്യാപ്രവചനത്തിലൂടെ അരുളി ചെയ്യുകയാണ്. സുഭാഷിതം 10:10 നമുക്ക് ശ്രദ്ധിക്കാം. തെറ്റിന് നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തിവെക്കുന്നു, ധൈര്യപൂർവ്വം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു. ഇന്ന് നമ്മളിൽ പലരും തെറ്റിന് നേരെ കണ്ണടയ്ക്കുന്നവരാണ്. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ച് കളയും. അപ്പോൾ ആ ഒരു സ്വഭാവം നമുക്ക് നല്ലതല്ല. നമ്മൾ അവിടെ ധൈര്യപൂർവ്വം അതിനെ ശാസിക്കുക. ആത്മധൈര്യം നമ്മൾ സ്വീകരിക്കണം. ആത്മധൈര്യം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ്. ആത്മധൈര്യം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അതിനെ ശാസിക്കുക. വഴക്ക് പറയുമല്ല, ശാസിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം ശാസിക്കാൻ. അപ്പോൾ അവിടെ സമാധാനം സൃഷ്ടിക്കപ്പെടുകയാണ് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 85:8 നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും, ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ. അപ്പോൾ ആർക്കാണ് ദൈവം സമാധാനം നൽകുന്നത്? ഹൃദയപൂർവ്വം, ഹൃദയംഗമമായിട്ട് ദൈവത്തിലേക്ക് തിരിയുന്നവർക്കാണ്, വിശുദ്ധർക്കാണ് ദൈവം സമാധാനം നൽകുന്നത്. ഹൃദയപൂർവ്വമായിരിക്കണം ദൈവത്തിലേക്ക് തിരിയേണ്ടത്. ബ്രദർ പറഞ്ഞല്ല, അല്ലെങ്കിൽ മറ്റ് ബൈബിളിൽ പറഞ്ഞിട്ടില്ല നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് അതല്ല. ഹൃദയംഗമമായിട്ട് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ദൈവത്തിലേക്ക് തിരിയണം. എൻ്റെ ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ ഇക്കാലമത്രയും അങ്ങനെ അറിയാതെ ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച് എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എനിക്ക് ബോധ്യമില്ലാതെ ഞാൻ പലരെയും ദുഷിച്ച് പറഞ്ഞ്, പലരെയും വേദനിപ്പിച്ച്, പലരോടും ഞാൻ തിന്മയായിട്ട് പ്രവർത്തിച്ച്, പലരുടെയും വസ്തുവകൾ കയ്യേറിയെടുത്ത്, പലരുടെയും സ്ഥാനമാനങ്ങൾ ഞാൻ കരസ്ഥമാക്കിയെടുത്ത്, ഇതെല്ലാം എനിക്ക് അറിവില്ലായ്മ കൊണ്ട് വന്നുപോയതാണ്.
കർത്താവ് അജ്ഞതയുടെ കാലങ്ങളൊന്നും കണക്കിലെടുക്കുന്നില്ല. അപ്പോസ്തല പ്രവർത്തനം 17:30 അറിയിക്കുന്നുണ്ട് ദൈവം. അജ്ഞതയുടെ കാലങ്ങൾ ദൈവം കണക്കിലെടുക്കുന്നില്ല. ഈ കാലയളവിൽ എല്ലാവരും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ദൈവം കണക്കിലെടുക്കുന്നില്ല. ഹൃദയപൂർവ്വം ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ള മനസ്സതിയോടുകൂടി നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ നമ്മൾ വിശുദ്ധരായിട്ട് മാറും. അവിടെ നമുക്ക് ദൈവത്തിൻ്റെ സമാധാനം സ്വീകരിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക വഴി ലോകത്തിലേക്ക് നമുക്ക് യേശുക്രിസ്തുവിനെ നൽകാൻ സാധിക്കും. യേശുക്രിസ്തു എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മനുഷ്യരൂപമായിരുന്നു. സ്നേഹം എന്നുള്ള പരിശുദ്ധാത്മാവ്, സ്നേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മനുഷ്യരൂപമാണ്. ഈ യേശുക്രിസ്തുവിനെ നമുക്ക് ഈ ലോകത്തിന് പ്രദാനം ചെയ്യാൻ സാധിക്കും. സമാധാനം എല്ലാവർക്കും നൽകാൻ സാധിക്കും. അതുവഴി നമ്മളെ കൊണ്ട് പാടുള്ളിടത്തോളം മറ്റുള്ളവരോട് സഹകരിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും അവർക്ക് സന്തോഷം കൊടുക്കാനും അവർക്ക് ആഹ്ലാദം കൊടുക്കാനും എല്ലാം നമുക്ക് സാധിക്കും. പ്രൈസ് ലോർഡ്. തുടർന്ന് നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 10:36 നമുക്ക് പരിശോധിക്കാം. സമാധാനത്തിൻ്റെ സദ്വാർത്ത, അതായത് സദ്വാർത്ത എന്ന് ഉദ്ദേശിക്കുന്നത്, സമാധാനത്തിൻ്റെ സദ്വാർത്ത എന്ന് ഉദ്ദേശിക്കുന്നത് നിത്യരക്ഷയുടെ വാർത്ത എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകി. അപ്പം സമാധാനത്തിൻ്റെ സദ്വാർത്തയാകുന്ന നിത്യരക്ഷയുടെ വാർത്ത, എല്ലാവരും രക്ഷിക്കണമെന്ന് പിതാവിൻ്റെ ആ വാർത്ത കർത്താവായ യേശുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകിയിരുന്നു. ഇസ്രായേൽ മക്കളെന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ രാജ്യത്തിലുള്ള മക്കളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ദൈവത്തെയും മനുഷ്യരെയും ജയിച്ചവൻ എന്നാണ് ഇസ്രായേൽ എന്നുള്ള പദത്തിനർത്ഥം. ദൈവത്തെയും മനുഷ്യരെയും ജയിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യരിൽ നിന്നുണ്ടാകുന്നതായ സഹനങ്ങളും പീഡകളും പ്രലോഭനങ്ങളും എല്ലാം നമ്മൾ അതിജീവിക്കുകയും ദൈവം അനുവദിച്ച് തരുന്നതായ പ്രലോഭനങ്ങളെല്ലാം അതിജീവിക്കുകയും ചെയ്യുമ്പോൾ, നമ്മൾ പരീക്ഷകളെല്ലാം അതിജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെയും മനുഷ്യനെയും വിജയിച്ചവനായിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ ഇസ്രായേലായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കാണ് നിത്യരക്ഷയുടെ വാർത്ത സ്വീകരിക്കാനുള്ള കൃപയും ഹൃദയവും ലഭിക്കുക. അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേട്ടതുപോലുള്ള സമാധാനത്തിൻ്റെ സദ്വാർത്ത, നിത്യരക്ഷയുടെ വാർത്ത ദൈവം വിളംബരം ചെയ്തിരിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ എന്നാണ് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 1 പത്രോസ് 3:10 മുതൽ 12 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിൽ എന്താണ് പറഞ്ഞത് നമുക്ക് ശ്രദ്ധിക്കാം. ജീവിതത്തെ സ്നേഹിക്കുകയും, 1 പത്രോസ് 3:10 മുതൽ 12 വരെ, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ, സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ. എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് കർത്താവ് മുഖം തിരിച്ചിരിക്കുന്നു. നമുക്ക് ആ വചനങ്ങളൊന്നുകൂടി ശ്രദ്ധിക്കാം. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ, ഇത് സങ്കീർത്തനത്തിലുള്ളൊരു വാക്കാണ് പത്രോസ് ഏറ്റു പറഞ്ഞിരിക്കുന്നത്. 34 സങ്കീർത്തനം 11 പോലുള്ള വചനങ്ങളാണ്. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരങ്ങളെയും നിയന്ത്രിക്കട്ടെ എന്ന്. ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം, മനുഷ്യൻ്റെ ഒരു വീക്ക്നെസ്സാണ് തിന്മ പറയുക. നാവുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ തിന്മ പറയുക. ശ്രേഷ്ഠന്മാരായിട്ടുള്ളത് പോലും മറ്റുള്ളവരോട് തിന്മയായിട്ട് മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നൊരു കാലമാണത്. പക്ഷെ അതെന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് വെച്ചാൽ, അവനറിയാതെ പൗലോസേ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത പാപം ഞാൻ ചെയ്തു പോകുന്നു, അതിനെന്നിൽ ഉള്ളതായ പാപമാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളറിയാതെ ഈ പറയുന്നതായ പാപം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മളറിയാതെ പാപത്തിൻ്റെ ഒരു അല്പം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെന്ന് ശ്രേഷ്ഠന്മാരായവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മളറിയാതെ പാപം നമ്മുടെ ഉള്ളിൽ കയറി കിടപ്പുണ്ട്. ഉൾക്കടലിൽ കയറി കിടക്കുന്നത്, വെള്ളം കയറി കിടക്കുന്നത് പോലെ നമ്മളറിയാതെ കയറി കിടക്കും. ഒരു ഉൾക്കടൽ നമ്മുടെ ഉള്ളിൽ, പാപത്തിൻ്റെ ഉൾക്കടൽ നമ്മളുടെ ഉള്ളിലുണ്ട്. ഇത് മനസ്സിലാക്കി അതിനെ നമ്മൾ പുറന്തള്ളാനായിട്ട് എത്രയും വേഗം ശ്രമിക്കുക. അവിടെ തിന്മ നമ്മുടെ നാവിൽ നിന്ന് വരുത്തരുത്. ആവശ്യമില്ലാത്ത, കർത്താവ് പറയുന്നുണ്ട്, ജെറമ്യ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് പറയണത്? നിങ്ങൾ
നൽവചനങ്ങൾ പറയാൻ, തിന്മ പറയാതിരുന്നാൽ നിങ്ങളുടെ നാവ് എൻ്റെ അധരം പോലെ നിങ്ങൾ ആക്കി തീർക്കും. വിലകെട്ടവോ പറയാതിരുന്നാൽ നിങ്ങളുടെ നാവിനെ ഞാൻ എൻ്റെ നാവ് പോലെ ആക്കി തീർക്കും. കർത്താവിൻ്റെ നാവ് പോലെ നമ്മുടെ നാവിനെ ആക്കി തീർക്കും. നമ്മൾ തിന്മ നിരൂപിക്കുമ്പോഴും സംസാരിക്കുമ്പോഴെല്ലാം നമ്മൾ വിലകെട്ടവരായിട്ട് മാറുകയാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മൾ തിന്മ നമ്മുടെ നാവിൽ ഉച്ചരിക്കാതിരിക്കുക. പത്രോസ് പറഞ്ഞതുപോലെ തുടർന്നത് പറയുന്നത് എന്താണ്? തൻ്റെ വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും സൂക്ഷിച്ചുകൊള്ളുക. കളവ് പറയുന്ന കാര്യങ്ങൾ, പല ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നുണ പറയുന്ന സ്വഭാവം പലർക്കുമുണ്ട്. അത് അധികാരികൾക്കുമുണ്ട്, ഉന്നത സ്ഥാനീയരായിട്ടുള്ളവർക്കുമുണ്ട്, അങ്ങേയറ്റം താഴെ കിടക്കുന്നതായ വ്യക്തികൾക്ക് വരെ, അങ്ങേയറ്റം താഴെ നിലയിലുള്ള ആൾക്കാർക്ക് പോലും ഈ ദുർസ്വഭാവമുണ്ട്. ആവശ്യമില്ലെങ്കിലും ഉണ്ടെങ്കിലും നുണ പറയുക. എന്തിനാണ് അവരങ്ങനെ നുണ പറയുന്നതെന്ന് അവർക്ക് പോലും അറിഞ്ഞുകൂടാ. പിന്നീട് അവരത് തിരുത്തി പറയേണ്ടിയും വരും. ആ പറഞ്ഞ നുണ അവർ തിരുത്തി പറയേണ്ട ആവശ്യം വരും. അപ്പോഴവർ വിലകെട്ടവരായിട്ട് മാറും. അപ്പോൾ വിലകെട്ടത് പറയാതിരിക്കുക, കളവ് പറയാതിരിക്കുക, തിന്മയിൽ നിന്ന് അകന്നിരിക്കുക. അപ്പോഴെന്തുണ്ടാവുമെന്നാണ് പറഞ്ഞത്? അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ, സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. അതിൽ നിന്ന് പിന്തിരിഞ്ഞ് സമാധാനത്തിന് അന്വേഷിക്കാൻ നോക്കുക. എവിടെ സമാധാനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു? സമാധാന പുത്രന്മാരായിട്ട് നമ്മൾ മാറണം. സമാധാനം അന്വേഷിക്കുന്നവരായിട്ട് മാറണം നമ്മൾ. അപ്പോൾ അവരെ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് ദൈവപുത്രന്മാരാണ്. അധികാരികളാണെങ്കിൽ, രാജ്യം ഭരിക്കുന്ന അധികാരികളാണെങ്കിൽ, അവർ സമാധാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവരെ ദൈവപുത്രന്മാരെന്ന് ഈ ലോകത്തിലുള്ള ജനങ്ങൾ വിളിക്കാതിരിക്കാൻ തരവില്ല. പക്ഷേ പലപ്പോഴും സമാധാനത്തിൻ്റെ മാർഗങ്ങളല്ല ഭരണകർത്താക്കൾ പോലും, ശ്രേഷ്ഠന്മാരായവർ പോലും പറയുന്നു. വ്യാജവാർത്തകളും തിന്മയുമാണ്, നുണയുമാണ് അവർ പറയുന്നത്. മറ്റുള്ളവരെ വഞ്ചിക്കുന്ന സംസാര രീതികളും പ്രവർത്തനങ്ങളുമാണ് അവരിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 3-ാം ലോകമഹായുദ്ധത്തിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വന്നതെന്ന് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണത്. കുഞ്ഞടക്കം വലിയവരായിട്ടുള്ള, പ്രായമായിട്ട് ഇപ്പോൾ മരിക്കാൻ കിടക്കുന്ന അപ്പച്ചന്മാർ വരെ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. അതിനെതിരെ, തിന്മയ്ക്കെതിരെ നമ്മൾ പോരാടേണ്ട സമയമാണ്. അപ്പോൾ നമുക്ക് സമാധാനം ലഭിക്കും. സമാധാനത്തോട് ജീവൻ പിടിയാൻ സാധിക്കും നമ്മൾ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പറയുകയാണ്, എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. കർത്താവിൻ്റെ കണ്ണുകളും കാതുകളും എപ്പോഴും തുറന്നിരിക്കുന്നത് നീതിമാന്മാരുടെ പ്രാർത്ഥനകളുടെയും യാചനകളുടെയും നേരെയാണെന്നാണ് പത്രോസ് പഠിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നു, എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് കർത്താവ് മുഖം തിരിച്ചു കളയുന്നു. തിന്മ മുൻ പറഞ്ഞതുപോലുള്ളതായ എത്ര ശ്രേഷ്ഠന്മാരാണ്, എത്ര താഴെയുള്ള വ്യക്തിയാണെങ്കിലും അവർ തിന്മ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും അവരിൽ നിന്ന് കർത്താവ് മുഖം തിരിച്ചു കളയും. ഞാൻ ദരിദ്രനാണല്ലോ, എൻ്റെ കർത്താവ് എന്നിൽ നിന്ന് കണ്ണു മറക്കില്ല. വെറുതെയാണ് ആ പ്രമാണം. ഞാൻ ഉന്നതനാണല്ലോ, ഞാൻ ശ്രേഷ്ഠനാണല്ലോ, എന്നിൽ നിന്ന് കർത്താവ് മുഖം തിരിക്കില്ല. തിന്മ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും കർത്താവ് അവരിൽ നിന്ന് മുഖം തിരിച്ചു കളയുമെന്ന് പത്രോസ് പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. റോമാലേഖനം 16-ാം അധ്യായം 19-20 വരെ നമുക്ക് വായിക്കാം. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം മേശാത്തവരും ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം മേശാത്തവരും ആയിരിക്കണമെന്ന് ശ്രീയ ആഗ്രഹിക്കുന്നു. പൗലോസ്യ ആഗ്രഹിക്കണത് പത്രോസ്യ പറഞ്ഞതുപോലെ തന്നെയാണ് പൗലോസ്യ പറയുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരായിരിക്കണം. അറിവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾക്ക് നല്ല കാര്യങ്ങളെക്കുറിച്ച്, നമുക്കെല്ലാവർക്കും കൂടുതൽ അറിവുള്ളത് തിന്മയെക്കുറിച്ചാണ്. നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് നേരമില്ല. തിന്മയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മളെപ്പോഴും. തിന്മയെ വെറുക്കുന്നില്ല നമ്മൾ. അതുകൊണ്ട് നമ്മൾ ദൈവഭക്തരല്ല. സുഭാഷിതം 8:13 പറയുന്നത് തിന്മയെ വെറുക്കലാണ് ദൈവഭക്തി എന്ന്. അപ്പോൾ നമ്മൾ ദൈവഭക്തരാണോ അല്ലേന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. ദേവാലയത്തിൽ പോയതുകൊണ്ട്, ദേവാലയത്തിൽ പോയി തല കൊണ്ട് മുമ്പിട്ട് കിടന്നുകൊണ്ട്, കുറേ പ്രാർത്ഥിച്ചതുകൊണ്ട്, എപ്പോഴും മുട്ടുകുത്തി നിന്നുകൊണ്ട് ഒന്നും നമ്മൾ ദൈവഭക്തരാകുന്നില്ല. അതൊക്കെ ഭക്ത അഭ്യാസങ്ങളാണ്. ദൈവഭക്തി എന്നുള്ളത്
തിന്മയെ വെറുക്കലാണ്. തിന്മയെ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിച്ച് കളയുക, എന്നേക്കുമായിട്ട് വെറുക്കുക, തിന്മയിൽ നിന്ന് ഓടി അകലുക. അപ്പം നമുക്ക് വിശുദ്ധരായിട്ട് തീരാം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റും. അതുവഴി സമാധാനം നമുക്കുണ്ടാകും. എത്ര പള്ളിയിൽ പോയിട്ടും എനിക്ക് സമാധാനമില്ലല്ലോ എന്ന് ചിലർ പറയണ കേൾക്കാം. എത്ര പള്ളിയിൽ പോയിട്ടും കുർബാന സ്വീകരിച്ചിട്ടും കുമ്പസാരിച്ചിട്ടും എന്ത് ചെയ്തിട്ടും എനിക്കൊരു സമാധാനമില്ല, എനിക്ക് സ്വസ്ഥതയില്ലെന്ന്. കാരണം എന്താ? അവർ അശുദ്ധിയിൽ നിന്ന് ഓടി അകലുന്നില്ല. അവരുടെ ഹൃദയം മുഴുവൻ തിന്മയാണ്. തിന്മയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതും അവർ ആഗ്രഹിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും തിന്മ കിട്ടണം, തിന്മ ചെയ്യണം എന്നെല്ലാം അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഉള്ളിലുള്ളത് മുഴുവനും അതാണ്. തിന്മയെ അവർ വെറുക്കുന്നില്ല. തിന്മയെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ തിന്മ ചെയ്യുന്നില്ല, പക്ഷേ തിന്മയെക്കുറിച്ച് അവരുടെ ചിന്ത മുഴുവൻ. ചിന്ത കൊണ്ടാണ് മനുഷ്യൻ ഏറ്റവും അധികം പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്മയെക്കുറിച്ച് മനുഷ്യന് ചിന്തിക്കാൻ നേരില്ല. അതുകൊണ്ടാണ് സിയ എങ്ങനെ പറഞ്ഞത്, നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം ഏശാത്തവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തിന്മയുടെ മാലിന്യം നമ്മൾ ഏശരുത്. അവ ഹൃദയത്തിൽ നിന്ന് അത് കഴുകിക്കളയണം. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കൊണ്ട് അത് കഴുകിക്കളയണം. വചനം ദിവസവും ഉരുവിട്ട് പ്രാർത്ഥിച്ച്, ഓരോ വചനവും ഓരോ സങ്കീർത്തനം എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് നമ്മളിലുള്ള തിന്മകളെ കഴുകിക്കളയണം. പരിശുദ്ധമായ ജലമാണ്. എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നു, 36 അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. അതുവഴി നിങ്ങളുടെ ഹൃദയം, കഠിനമായ ഹൃദയം ഞാൻ എടുത്തുമാറ്റി മാംസള ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. തുടർന്ന് പറയുന്ന വചനങ്ങൾ അതാണ്. അപ്പോൾ നമ്മുടെ മാംസളമായൊരു ഹൃദയമായിട്ട് തീരണം. എന്നാലേ തിന്മയേശാത്ത, തിന്മയെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു മാംസള ഹൃദയം നമുക്കുണ്ടാവുകയുള്ളൂ. അതുവഴി നമ്മൾ ദൈവഭക്തരായി തീരുകയുള്ളൂ. അല്ലാത്തവൻ ദൈവഭക്തനല്ല. ദൈവഭക്തി എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ അവനിൽ ഒരിക്കലും ദൈവത്തിൻ്റെതിനായ തിന്മ ഉണ്ടായില്ല. ഇന്നത്തെ ദിവസം, ഇന്ന് പെന്തക്കോസ്ത് തിരുനാൾ ദിവസമാണെന്ന്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കേണ്ട ദിവസമാണ്. നമ്മുടെ ഹൃദയത്തിൽ തിന്മയുണ്ടെങ്കിൽ, തിന്മയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് എതിരായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അസൂയ, വെറുപ്പ്, വിദ്വേഷം, പക, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവ് സ്വീകരിക്കും? പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമോ? ഇതിലേതെങ്കിലും ഒന്ന് നമ്മളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോകും. സാവൂൾ എന്ന ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവിന് ദാവീദിനെതിരെ അസൂയ തോന്നിയതേ ഉള്ളൂ. അയാളിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് അയാളെ വിട്ടു പോയെന്ന് സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു. നമുക്ക് ആരോടെങ്കിലും അസൂയണ്ട, നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് വിട്ടുപോകും. ആരോടെങ്കിലും വെറുപ്പണ്ട, നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് വിട്ടുപോകും. പകയുണ്ട, വിദ്വേഷമുണ്ട, വൈരാഗ്യമുണ്ട, മറ്റുള്ളവരോട് കലഹിക്കുന്ന മനോഭാവമുണ്ട, നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് വിട്ടുപോകും. കൃപ ചോർന്നു പോകും. ദൈവകൃപ നമ്മളിൽ നിലനിൽക്കില്ല. അതുകൊണ്ടാണ് സ്ത്രീ ഇങ്ങനെ പറഞ്ഞത്, മാലിന്യമേശാത്തവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം, അതായത് യേശുക്രിസ്തു, ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. മുൻപറഞ്ഞ സ്വഭാവം ഉണ്ടാകണം. എങ്ങനെ? നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരായിരിക്കണം. തിന്മയുടെ മാലിന്യം ഏശാത്തവരായിത്തീർന്നാൽ യേശുക്രിസ്തു ഉടൻ തന്നെ പിശാചിനെ, ഭിന്നതയുടെ അരൂപിയെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. എന്നേക്കുമായിട്ട് നമ്മളിൽ നിന്ന് അത് മാറ്റിക്കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. എനിക്കും അത് തന്നെ പറയാനുള്ളത്. ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ട ഇന്നത്തെ ദിവസം നമ്മൾ ദൈവ കൃപ സ്വീകരിച്ചുകൊണ്ട് അതുവഴി പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാനും സമാധാനമെന്ന ഫലം, പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടാനും അതുവഴി ഒരുപാട് പേർക്ക്, നമ്മളെ കൊണ്ട് പറ്റുന്നവർക്കെല്ലാം ദൈവമായ യേശുവിനെ നമുക്ക് കൊടുക്കാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ പെന്തക്കോസ്ത് തിരുനാളിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ മഹോത്സവമാകുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ മഹോത്സവമാകുന്നു തിരുനാളാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഈ തിരുനാൾ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹോഷ്മളമായ ആശംസകൾ അറിയിച്ചുകൊണ്ട്, പ്രാർത്ഥന നിർഭരമായ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ലോകം മുഴുവനും നവീകരിക്കപ്പെടണമെന്നും എല്ലാവരിലും ദൈവത്തിൻ്റെ ആത്മാവ് നിറയണമെന്നും ജോയൽ പ്രവാചകൻ വഴി അവിടെ അറിയിച്ചിട്ടുണ്ടല്ലോ. അതുവഴി എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയാൻ പിതാവായ ദൈവമേ അവിടുന്ന് തിരുമനസ്സാകണമേ. അവിടെ നിന്ന് അരുൾ ചെയ്താൽ മതിയല്ലോ, എല്ലാവരിലുള്ള തിന്മകളും കത്തിച്ചാമ്പലായി പോകും. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അയച്ച് എല്ലാ തിന്മകളെയും അവിടെ നിന്ന് കത്തിച്ച് കളയണം. എല്ലാവരെയും അങ്ങയുടെ സ്വന്തമാക്കി തീർക്കാനാണ് തിരുമനസ്സാകണമേ. ദാസൻ അതിനായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവരിലുള്ള തിന്മകളും അവിടെ നിന്ന് ദൂരെ അകറ്റുവാൻ തിരുമനസ്സാകണമേ. എല്ലാവരും അശുദ്ധിയിൽ നിന്ന് ഓടിയകന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അവിടെ നിന്ന് ഇടവരുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, എനിക്ക് നന്ദി പറയുന്നു.
തുടർന്നുള്ള ജീവിതം വിശുദ്ധിയിലായിരിക്കുവാൻ ഞങ്ങളോട് അവിടുന്ന് കൃപ കാണിക്കണമെന്ന്. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന.